Hello students, welcome back to Indian Writing in English. Today we have the continuation Laburnum for My Head written by Tamsulao. But this story running ahead of itself and must be told from the beginning. It all started with a woman named Lentina and her desire to have some laburnum bushes in her garden. She had always admired these yellow flowers for what she thought was her femininity. They were not brazen like the gulmohars with their orange and dark pink blossoms. The way the laburnum flowers hang their head earthward appeared to her because she attributed humility to the gesture. So she decided to grow a couple of these trees in her own garden, which, though not big, could accommodate them if they were planted in the corners without affecting the growth and health of the other plants. She purchased saplings from the nursery and she had them planted at the edge of her boundary wall. She followed the instructions faithfully and hoped that within 2 years, as the nurseryman assured her, the bushes would flower. അപ്പം നമ്മുടെ കഥ ആക്ച്വലി ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് കഥ തുടങ്ങുന്നത് അല്ലേ, ഈ ഒരു 4ാമത്തെ പാരഗ്രാഫിൽ എങ്ങനെയാണ് ഈ ലാബേണം ഇത്രയും ഉണ്ടായത് എന്നുള്ളൊരു കഥയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ദ സ്റ്റോറി ഓഫ് ദിസ് ലാബേണൻ ട്രീ ഇൻ ദ സെമട്രി സ്റ്റാർട്ട്സ് ഇയേഴ്സ് എഗോ. ഈ ലാബേണൻ ട്രീയുടെ കഥ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു കഥയാണ്. ദ സ്റ്റോറി ഈസ് അബൌട്ട് എ വുമൺ നെയ്മഡ് ലെൻറ്റിന ഹു വിഷ്ഡ് ടു ഹാവ് സം ലാബേണം ബുഷസ് ഇൻ ഹർ ഗാർഡൻ. നമ്മൾ ഇവിടുത്തെ പ്രൊട്ടഗോണിസ്റ്റ് ലെൻറ്റിന എന്നുള്ളൊരു സ്ത്രീയാണ്. അവളുടെ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അവളുടെ ആ ഒരു ഗാർഡനിൽ ഈ ലാബേണം ബുഷസ് വളർന്ന് വലുതായിട്ട് അവ പുഷ്പിക്കണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ലാബേണം ബുഷസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് പൂത്തുലഞ്ഞ് മഞ്ഞ പൂക്കളോട് കൂടി കിടക്കുന്നത് കണ്ടാൽ വളരെയധികം ഭംഗിയാണ് അല്ലേ. ഷീ ലവ്ഡ് ദിസ് ഫ്ലവേഴ്സ്. നമ്മുടെ ലെൻറ്റീന ലവ്ഡ് ദിസ് ഫ്ലവേഴ്സ്, ദിസ് ലാബേണം ഫ്ലവേഴ്സ്. ഷീ ബിലീവ്ഡ് ദാറ്റ് ദ ഫ്ലവേഴ്സ് ഹാഡ് സം ഫെമിനിറ്റി അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. കാരണം അവളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഷീ ഹാഡ് ഓൾവേസ് അഡ്മയർഡ് ദിസ് യെല്ലോ ഫ്ലവേഴ്സ് ഫോർ വാട്ട് ഷീ തോട്ട് വാസ് ദർ ഫെമിനിറ്റി. അവരിനൊരു ഫെമിനിറ്റി നേച്ചർ അവളുടെ മനസ്സിൽ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾക്ക് അതിനോട് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം. ദേ വർ നോട്ട് ബ്രൈസൺ ലൈക്ക് ദ ഗുൾമോഹേഴ്സ് വിത്ത് ദെയർ ഓറഞ്ച് ആൻഡ് ഡാർക്ക് പിങ്ക് ബ്ലോസംസ്. ഇത് ഏതുപോലെയല്ല, ഗുൾമോഹർ ഫ്ലവറിനെ പോലെയല്ല, ഓറഞ്ച് ഫ്ലവറിലെ ഓറഞ്ചും ഡാർക്ക് പിങ്ക് ഫ്ലവേഴ്സുള്ള ഗുൾമോഹറിനെ പോലെയല്ല ഇത് എന്നായിരുന്നു അവളുടെ ഒരു വിശ്വാസം. ദ വേ ദ ലാബേണം ഫ്ലവേഴ്സ് ഹങ് ദെയർ ഹെഡ്സ് എർത്ത് അപ്പീൽഡ് ടു ഹർ ബിക്കോസ് ഷീ ആട്രിബ്യൂട്ടഡ് ഹ്യൂമിലിറ്റി ടു ദ ഗെസ്റ്റർ. അവൾ വിനയത്തെയാണ് സൂചിപ്പിച്ചത്. ഈ ലാബേണം ട്രീയുടെ പൂക്കൾ ഇങ്ങനെ താഴേക്ക് വളർന്നിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന, അവളുടെ ഹെഡ് ഇങ്ങനെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നത് ഒരു വിനയത്തോടെയാണ്, ഒരു വിനയത്തിൻ്റെ അടയാളമായിട്ടാണ്, ഹ്യൂമിലിറ്റി ടു ജെസ്റ്റർ ആയിട്ടാണ് അവൾ കണ്ടത് അല്ലേ. സോ ഷീ ഡിസൈഡഡ് ടു ഗ്രോ എ കപ്പിൾ ഓഫ് ദീസ് ട്രീസ് ഇൻ ഹർ ഓൺ ഗാർഡൻ. അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ കാണുന്ന സമയത്ത് അവൾ തീരുമാനിച്ചു എൻ്റെ സ്വന്തം ഗാർഡനിലും ഈ ഒരു ലാബേണൻ ട്രീ നട്ടുപിടിപ്പിക്കണം എന്നവൾ വിചാരിച്ചു. പക്ഷേ വിച്ച് ദോ നോട്ട് ബിഗ്, ഇത്രയും വലുതാവരുത്, ചെറുതായിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. കുഡ് അക്കമഡേറ്റ് ദം ഇഫ് ദേ വർ പ്ലാന്റഡ് ഇൻ ദ കോർണേഴ്സ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് ദ അതർ പ്ലാന്റ്സ്. മറ്റ് പ്ലാന്റുകളുടെ ഹെൽത്തിനെ ബാധിക്കും ചെയ്യരുത്, അധികം വലിയാവാതെ ഇങ്ങനെ വെട്ടിക്കൊടുത്ത് കൊണ്ടുവരണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. ഷീ പർച്ചേസ്ഡ് സാപ്ലിങ്സ് ഫ്രം ദ നഴ്സറി ആൻഡ് ഹാഡ് ദം പ്ലാന്റഡ് അറ്റ് ദി എഡ്ജ് ഓഫ് ഹർ ബൗണ്ടറി വാൾ. അങ്ങനെ അവളിത് വലുതായാലും മറ്റ് ചെടികൾക്ക് ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്തു, കോർണറിൽ, അങ്ങനത്തെ ചെടികളൊക്കെ നമ്മൾ കോർണറിലാണല്ലോ കൊണ്ടുപോയി കുഴിച്ചിടുക, അങ്ങനെ കോർണറിൽ അവൾ കുഴിച്ചിടാനും വേണ്ടിയിട്ട് കുഴിച്ചിട്ടു അല്ലേ. ആസ് ദ ഫ്ലവേഴ്സ് ഓഫ് ലാബർണം ഹങ് ഡൗൺ ഷീ ഇൻ്റർപ്രറ്റഡ് ഇറ്റ് ആസ് ദെയർ ഹ്യൂമിലിറ്റി അല്ലേ. ഹംബിൾ നേച്ചറാണ് ആ ലാബേണൻ ട്രീൻ്റെ വളർച്ചയെ അവൾ ഇൻഡിക്കേറ്റ് ചെയ്തത്. സോ ഷീ ഡിസൈഡഡ് ടു ഗ്രോ എ ലാബേണം ബുഷ് ഇൻ ഹർ ഗാർഡൻ. ഷീ പർച്ചേസ്ഡ് സം സാപ്ലിങ്സ് ഫ്രം എ നഴ്സറി ആൻഡ് പ്ലാന്റഡ് ദം എലോൺ ദ വാൾ. അങ്ങനെ അവൾ കുറച്ച് ലാബേണൻ ട്രീ പർച്ചേസ് ചെയ്തു ഒരു നഴ്സറിയിൽ നിന്നും. എന്നിട്ട് അത് അവളുടെ വാളിൻ്റെ ബൗണ്ടറികളിൽ കോർണറിലായിട്ട് വെച്ചു. ഷീ ഫോളോഡ് ദ ഇൻസ്ട്രക്ഷൻസ് ഫെയ്ത്ത്ഫുള്ളി ആൻഡ് hoped that within 2 years, as the nurseryman assured her, the bushes would flower.
പക്ഷേ അവൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്താണ്? ഷീ ഹോപ്പ്ഡ് ദാറ്റ് വിത്തിൻ 2 years ദ ഫ്ലവേഴ്സ് വിൽ ബ്ലൂം ആസ് ദ നഴ്സറി മാൻ അഷ്വേർഡ് ഹർ. നഴ്സറിയിൽ നിന്ന് ഫ്ലവർ വാങ്ങിയ സമയത്ത് നഴ്സറി മാൻ അവളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ ലാബേണൻ ട്രീ വിത്തിൻ 2 years 2 വർഷം കൊണ്ട് പൂത്ത് പന്തലിക്കും എന്നുള്ള ഒരു കാര്യം അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ ഫസ്റ്റ് ഇയർ ഹർ ന്യൂ ഗാർഡനർ പുൾഡ് ഔട്ട് സ്മാൾ സാപ്ലിങ്സ് അലോങ് വിത്ത് ദ വീഡ്സ് ഗ്രോയിങ് അറൗണ്ട് ദം. ഫസ്റ്റത്തെ വർഷം തന്നെ ഈ മരം കുഴിച്ചിട്ട് ഫസ്റ്റ് വർഷം തന്നെ എന്ത് ചെയ്തു? അതിൽ നിന്നും ചെറിയ ചെറിയ ചെടിയുടെ തൈകൾ അവരുടെ ഗാർഡനർ പുൾഡ് ചെയ്തെടുക്കാൻ തുടങ്ങി. തോട്ട ജോലിക്കാരന് ഫസ്റ്റിൽ ഈ കളയൊക്കെ പറിക്കുന്ന സമയത്ത് ഫസ്റ്റ് വീക്കിൽ തന്നെ ഹൗവർ ഹർ ന്യൂ ഗാർഡനർ പുൾഡ് ഔട്ട് ദ സാപ്ലിങ്സ് സ്മാൾ സാപ്ലിങ്സ് ഓഫ് ദി ലാബേണൻ ട്രീ അലോങ് വിത്ത് സം വീഡ്സ് അല്ലേ, കുറച്ച് വീടിൻ്റെ കൂടെ പുറത്തെടുക്കാൻ തുടങ്ങി. ആഫ്റ്റർ ലൗഡ് റെക്രിമിനേഷൻസ്, ഇതിനോടൊക്കെ വളരെ ഒരു എതിർപ്പുണ്ടായിരുന്നു. ഇത് ലെൻറ്റിനൊക്കെ ഭയങ്കരമായിട്ട് വിഷമമുണ്ടായിരുന്നു, എതിർപ്പോട് കൂടി അവൾ ലെൻറ്റിൻ അബ്രോഡ് സം മോർ സാപ്ലിങ്സ് ആൻഡ് ദിസ് ടൈം കുറച്ചും കൂടെ സാപ്ലിങ്സ് ചെറിയ തൈകൾ നഴ്സറിയിൽ നിന്ന് വീണ്ടും വാങ്ങിക്കൊണ്ടുവന്നു. പ്ലാന്റഡ് 3 of them in 3 corners of the garden. അങ്ങനെ 3 കോർണറിലായിട്ട് അവൾ വെച്ചു അല്ലേ. ലെൻറ്റിന again bought some and planted again. This time ആ ഒരു സമയത്ത് എന്താ സംഭവിച്ചു നോക്കൂ. ഷീ ഹോപ്പ്ഡ് ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വുഡ് സർവൈവ്. അവളുടെ പ്രതീക്ഷ എന്തായിരുന്നു? ഒന്നെന്നെങ്കിലും സർവൈവ് ചെയ്യുന്നതായിരുന്നു അവളുടെ പ്രതീക്ഷ. ബട്ട് ഇറ്റ് വാസ് നോട്ട് ടു ബി. പക്ഷെ അതങ്ങനെ ആയില്ല. വൺ ഡേ ഷീ ഹേർഡ് ലൗഡ് ബാർക്കിംഗ് ആൻഡ് കൗസ് മൂയിങ് വെരി ക്ലോസ് ടു ഹർ കോമ്പൗണ്ട്. ഒരു ദിവസം പുറത്തിറങ്ങിയ സമയത്ത് അവൾ നായ കുരക്കുന്നതും പശുവിൻ്റെ മൂയിങ്ങും കേട്ടു, കരച്ചിലും കേട്ടു. വെൻ ഷീ കെയിം ഔട്ട് ടു ഇൻവെസ്റ്റിഗേറ്റ്, അങ്ങനെ അവൾ അത് നോക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ സമയത്ത് ഷീ ഫൗണ്ട് ദാറ്റ് സം സ്ട്രേ കൗസ് on being pursued by her neighbor's dog and finding her gate slightly ajar. അങ്ങനെ പുറത്ത് നോക്കിയ സമയത്ത് അവളുടെ ഗേറ്റ് പകുതി അടച്ചിട്ട ഗേറ്റ് ആയിരുന്നു, അത്രേ അടച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അവളുടെ ഗേറ്റ്. അപ്പം നായ പശുവിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഓടിക്കുന്നുണ്ട്. അതവൾ പുറത്തേക്ക് നോക്കിയ സമയത്ത് കണ്ടു. എന്നിട്ട് അവർ ഹാഡ് റഷ്ഡ് ഇൻ ടു ഹർ ഗാർഡൻ. ആ വാതിൽ പകുതി ചാരിട്ട വാതിലിലൂടെ അവളുടെ ഗാർഡനിലേക്ക് കയറി. ആൻഡ് വർ ബ്ലിസ്ഫുള്ളി മൂഞ്ചിങ് ഓൺ ദ പ്ലാന്റ്സ് ദേ ഫൗണ്ട് ഹിയർ. അവിടെ കണ്ട പ്ലാന്റൊക്കെ അവർ മൂഞ്ചി പറഞ്ഞാൽ അവർ അതൊക്കെ കടിച്ച് തിന്നു എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ദ കൗസ് ഹാഡ് ഹീറ്റൺ ദ ലാബേണൻ സാപ്ലിങ്സ് ഓൾസോ. കൗസ് എന്താ സംഭവിച്ചത്? ചില സ്ട്രേ കൗസിലെ അലിഞ്ഞു തിരിയുന്ന ക്രൗസ് എൻറ്റേർഡ് ഹർ ഗാർഡൻ and dog chased them away. At that time the cows had entered into her garden because of the door was ajar. The cows had eaten the laburnum saplings. In the 3rd year she planted again. അവളുടെ വെറുപ്പ് കൊണ്ടും അവളുടെ ആഗ്രഹം കൊണ്ടും അവൾ എന്ത് ചെയ്തു? വീണ്ടും ലാബേണൻ ട്രീ പ്ലാന്റ് ചെയ്തു. ഫൈനലി ദിസ് ഇയർ ദേ സർവൈവ്ഡ് ആൻഡ് സ്റ്റാർട്ടഡ് ഗ്രോയിങ് അപ്പ്. അങ്ങനെ ആ വർഷം അത് സർവൈവ് ചെയ്യാൻ തുടങ്ങി, അത് വളരാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അല്ലേ. She began to wonder about these accidents in her garden ever since. She had planted the laburnum saplings. Nevertheless, she did not give up on 3rd year too. അങ്ങനെ 3ാമത്തെ വർഷം അവൾ കുഴിച്ചിട്ടു. She planted some more saplings of her favorite flowering tree. Almost miraculously they survived the first few months and began to thrive. അങ്ങനെ ആ ഒരു പ്ലാന്റ് സർവൈവ് ചെയ്യാൻ തുടങ്ങി എന്നാണ് നമ്മുടെ ഓതർ പറയുന്നത്. അപ്പോൾ ശരിക്കും the author describes how nature tries to claim her superiority by growing in places where there is no stones and cement. അപ്പം നമ്മുടെ മനുഷ്യന്മാരുടെ സിമെൻറ്റ് കൊണ്ടും ഒക്കെ ഉണ്ടാക്കി വെച്ച പ്രൗഢി കാണിക്കാനുള്ള ആർട്ടിഫിഷ്യൽ സാധനങ്ങളൊന്നും ഉള്ളിടത്ത് എന്തെയില്ല, ഈ ഫ്ലവറിന് വളരാൻ സാധിക്കില്ല എന്നൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ ഒക്കെ ഒരു സൂചനയായിട്ടാണ് ഈ ഒരു കഥ അല്ലേ. ദ ലാബേണം ട്രീ ആൻഡ് ദ ടോംസ്റ്റോൺസ് അണ്ടർ ഇറ്റ്സ് ബ്രാഞ്ചസ് വെർ നോട്ട് അഫക്റ്റഡ് ബൈ ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ്. ആക്ച്വലി ഈ ഫ്ലവർ പിന്നെ വളർന്നത് ശ്മശാനത്തിലായിരിക്കാം, നമുക്ക് നോക്കാം കഥയിൽ. അപ്പോൾ ആക്ച്വലി ഈ വീട്ടിൽ സിമെൻറ്റിൻ്റെ ഒക്കെ ഇടയിലോ എന്തുകൊണ്ടോ ഇത് വളരാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു ശ്മശാനത്തിൽ ഇതിനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അല്ലേ. വെർ നോട്ട് അഫക്റ്റഡ് ബൈ ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ്. ദെൻ ഓതർ സ്റ്റാർട്ട് ടെല്ലിങ് അബൌട്ട് ഹൗ ദ ട്രീ സ്പ്രൗട്ടഡ് അപ്പ് ഇൻ ദ ഗ്രേവ് യാർഡ്. എങ്ങനെയാണ് ട്രീ ഗ്രേവ് യാർഡിൽ സ്പ്രൗട്ട് ചെയ്തത് എന്നുള്ളത് ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കും. ഇൻ ദ സ്റ്റോറി ഓഫ് വിമൻ നെയ്മഡ് ലെൻറ്റിന ഹു വിഷ്ഡ് ടു ഗ്രോ എ ലാബേണൻ ട്രീ ഇൻ ദ ഗ്രേവ് യാർഡ്. മേ ബി
നമുക്ക് നോക്കാം ഈ ഒരു കഥയുടെ പോക്ക് എങ്ങോട്ടാണ് നമുക്ക് ബാക്കിയും കൂടെ പറയുമ്പോൾ മനസ്സിലാവും. ലെൻറ്റിന വാസ് ത്രിൽഡ് ആൻഡ് കുഡ് നോട്ട് വെയിറ്റ് ടു സീ ദം ബിയർ ദ മാഗ്നിഫിഷ്യൻറ്റ് യെല്ലോ ബ്ലൂം സോ ഷീ അഡ്മയർഡ്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ എന്താ സംഭവിച്ചത്? ലെൻറ്റീന ട്രൈഡ് ടു ഗ്രോ എ ലാബേർണൻ സാപ്ലിങ്സ് ഇൻ ഹർ ഗാർഡൻ അല്ലേ. ഇറ്റ് വാസ് അൺസക്സസ്ഫുൾ ഫോർ ദ ഫസ്റ്റ് 2 years. ആദ്യത്തെ 2 പ്രാവശ്യം അൺസക്സസ്ഫുൾ ആയിരുന്നു. ഇൻ ദ തേർഡ് ഇയർ ഷീ പ്ലാന്റഡ് എഗെയിൻ ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ഗ്രോയിങ് അപ്പ്. അതാണ് ഇപ്പോൾ ഇതുവരെ സംഭവിച്ചത് കേട്ടോ. അപ്പോൾ ലെൻറ്റീന വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ഇത് വളർന്നു വരുന്നത് അവൾ അഡ്മയർ ചെയ്ത് ഇങ്ങനെ നിൽക്കായിരുന്നു ആ യെല്ലോ ബ്ലൂം കാണാൻ വേണ്ടിയിട്ട്. അവൾ അഡ്മയർ ചെയ്യുന്ന ആ യെല്ലോ ബ്ലൂം കാണാൻ വേണ്ടിയിട്ട് അവൾ വളരെ സന്തോഷത്തോടെ വെയിറ്റ് ചെയ്യായിരുന്നു. ആ സമയത്താണ് ബട്ട് ബിഫോർ ഹർ വിഷ് കുഡ് കം ട്രൂ. പക്ഷേ അവളുടെ ആഗ്രഹങ്ങൾ കംപ്ലീറ്റ് ആവുന്നതിൻ്റെ മുമ്പ് അവിടെ എന്താണ് സംഭവിച്ചത്? ഹൗവർ അനദർ ഡിസാസ്റ്റർ സ്ട്രക്ക്. വേറൊരു സംഭവം, ഒരു ഡിസാസ്റ്റർ, ഒരു അപകടം സംഭവിച്ചു. വൺ ഡേ എ വർക്കർ ഫ്രം ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കെയിം വൈൽ ഷീ വാസ് ഔട്ട് വിസിറ്റിംഗ് എ ഫ്രണ്ട്. നമ്മുടെ ലെൻറ്റീന ഒരു ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരാൾ വന്നു. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരാൾ വന്നിട്ട് അവിടെ DDT എന്ന് പറഞ്ഞിട്ടുള്ള മാരകമായ ടോക്സിക് ആയിട്ടുള്ള സാധനം അവളുടെ കളത്തിൽ അടിക്കുകയാണ് ഉണ്ടായത്, സ്പ്രേ ചെയ്യുകയാണ് ഉണ്ടായത്. വൺ ഡേ എ വർക്കർ ഫ്രം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. അതാണ് ആക്ച്വലി സംഭവിച്ചത്. ഡിസാസ്റ്റർ സ്ട്രക്ക് ദ തേർഡ് ടൈം ടു. അപ്പോൾ 3ാമത്തെ സമയത്തും ഡിസാസ്റ്റർ സംഭവിച്ചു. വൈൽ ഷീ വാസ് എവേ എ വർക്കർ ഫ്രം ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കെയിം ആൻഡ് സ്പ്രേഡ് ദ ഡെഡ്ലി DDT മിക്സ്ചർ along the garden wall. As a result, all small plants in her garden, including laburnums, withered and died. അപ്പോൾ എന്താ സംഭവിച്ചത്? ആസ് ഇൽ ലക്ക് വുഡ് ഹാവ് ഇറ്റ് റെയിൻഡ് ഹെവിലി. പക്ഷേ എന്തായാലും വേറൊരു സംഭവം ഉണ്ടായി. നല്ല മഴയായിരുന്നു അന്ന്. റെയിൻഡ് ഹെവിലി ദാറ്റ് നൈറ്റ് ഫ്ലഡിങ് ദ എൻറ്റയർ ഗാർഡൻ. പക്ഷേ മുഴുവൻ വെള്ളത്തിലായി ഗാർഡൻ അല്ലേ. എക്സെപ്റ്റ് ദ ഫുൾ ഗ്രോൺ ട്രീസ്. മുഴുവൻ വളർന്ന ട്രീകൾക്ക് മഴയൊന്നും ഫ്ലഡൊന്നും ബാധിച്ചില്ല. പക്ഷേ ചെറിയ ചെറിയ തൈകളെല്ലാം നശിച്ചു പോയില്ലേ. ഓൾ ഹർ ഫ്ലവേഴ്സ് ഇൻക്ലൂഡിങ് ദ ലാബേർണംസ് വിതേർഡ് ആൻഡ് ഡൈഡ്. എല്ലാം ചിന്നിച്ചിതറി ഡൈഡ് നശിച്ചുപോയി. ലെൻറ്റിന വാസ് ഡിവാസ്റ്റേറ്റഡ് ആൻഡ് ബിഗാൻ ടു തിങ്ക് ദാറ്റ് ഹർ എഫേർട്ട് at beginning the strange beauty into her garden would never be successful. അങ്ങനെ ലെൻറ്റീനക്ക് വളരെ വിഷമം തോന്നി അല്ലേ. ലെൻറ്റീന വിചാരിച്ചു. ലെൻറ്റീന വാസ് utterly disappointed. Her desire to have the bush close to her increased when she saw these flowers in the bloom in the roadside. റോഡ് സൈഡിൽ ഇങ്ങനെ ഈ ഫ്ലവേഴ്സ് ബ്ലൂം ചെയ്ത് കാണുന്നത് കണ്ടപ്പോൾ ഇവൾക്ക് ഈ ആഗ്രഹങ്ങൾ ഒരിക്കലും അടക്കാൻ സാധിച്ചില്ല അല്ലേ. എപ്പോഴാണോ Lentina was devastated, began to think of the effort at bringing the strange beauty into her garden would never be successful. അവൾക്ക് ഈ ഒരു സ്ട്രേഞ്ച് ബ്യൂട്ടി അവളുടെ ഗാർഡനിലേക്ക് കൊണ്ടുവരണം എന്നുള്ള അവളുടെ ആ ആഗ്രഹം അവൾ ഒഴിവാക്കിയില്ല അല്ലേ. അത് പക്ഷേ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി തന്നെ അവൾ ശ്രമിക്കുകയാണ്. ബട്ട് വെൻ എവർ ഷീ സോ ദീസ് ഫ്ലവേഴ്സ് ഇൻ ബ്ലൂം ഓൺ ഹൈവേസ് ആൻഡ് ഇൻ ഗാർഡൻ ദ ഇൻറ്റൻസ് yearning to have them closer ഹോം ബിഗാൻ ടു ഓവർപവർ ഇറ്റ്. ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ റോഡിലൂടെ പോകുന്ന സമയത്ത് ഹൈവേസിലും ഗാർഡനിലൊക്കെ ഈ ഫ്ലവർ കാണുന്ന സമയത്ത് അവളുടെ മനസ്സിൽ ഇതിനോടുള്ള ഇത് കൂടുകയാണ്, അതിനോടുള്ള ഇഷ്ടം ക്ലോസ് ആവുകയാണ്. ഹർ ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ വെർ കൺവിൻസ്ഡ് ദാറ്റ് ഷീ വാസ് ഡെവലപ്പിംഗ് ആൻ അൺഹെൽത്തി ഫെറ്റിഷ് ഫോർ ലാബേർണം ആൻഡ് ബിഗാൻ ടു ടോക്ക് ഓപ്പൺലി അബൌട്ട് ദിസ് ഇൻ ദി ക്ലോസ് ഫാമിലി ഗ്യാതറിങ്സ്. ഓക്കെ. അപ്പോൾ അവളുടെ ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ മനസ്സിലായി അവൾക്ക് ഈ ലാബേർണൻ ട്രീയോടുള്ള ഒരു ക്ലോസ് റിലേഷൻ അവർക്കൊക്കെ മനസ്സിലായി. ഈ ഒരു അല്ലേ. ഹർ ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ തോട്ട് ദാറ്റ് ഷീ ഈസ് ഡെവലപ്പിംഗ് സം അൺഹെൽത്തി അറ്റാച്ച്മെൻറ്റ് വിത്ത് ദ ലാബേർണം. ഈ ഒരു കാര്യം അവർക്ക് മനസ്സിലാവാണ്. അൺഹെൽത്തി റിലേഷൻഷിപ്പ് ലാബേർണത്തോട് ഉണ്ടാക്കുകയാണ് എന്നുള്ളത് മനസ്സിലാവാണ്. പക്ഷേ അവർ ഫാമിലി മീറ്റിങ്ങിലൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഷീ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദെയർ കൺസേൺ ആൻഡ് വാസ് ഇൻവാർഡ്ലി ഹർട്ട് ബൈ ദെയർ സീമിങ് ഇൻറ്റൻസിറ്റിവിറ്റി ടു ബ്യൂട്ടി അറൗണ്ട് ദം. ഇവൾ ഒരിക്കലും അവളുടെ കൺസേൺ ഒന്നും അവൾക്ക് മനസ്സിലായില്ല. ബട്ട് ഷീ നെവർ ഗേവ് അപ്പ് ഹെർ ഹോപ്പ് ഓഫ് ഹാവിങ് ഫുൾ ഗ്രോൺ ലാബേർണൻ ട്രീ ഇൻ ഹർ ഗാർഡൻ സം ഡേ. പക്ഷേ എന്താ സംഭവിച്ചത്? ഷീ നെവർ ഗേവ് അപ്പ്. അവൾ ഒരിക്കലും ഉപേക്ഷിച്ചില്ല ദ ഹോപ്സ് ഓഫ് ഗ്രോയിങ് ദ ലാബേർണം ഇൻ ഹർ ഗാർഡൻ. അവളുടെ ഗാർഡനിൽ ആ ഒരു ലാബേർണം വളർത്തിണ്ടാക്കണം എന്നുള്ള ആ ഒരു വിഷ് അവൾ ഒരിക്കലും ഒഴിവാക്കിയില്ല. അവൾ ആ ആഗ്രഹം തുടർന്നു കൊണ്ട് തന്നെ ഇരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ.
Okay, students, here I stop. We will continue in the next class. Thank you for watching.